താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ തന്നെ ആദ്യത്തെ കാഴ്ച തന്നെ സ്വാഗതം ചെയ്ത കാഴ്ച എന്താണ് കണ്ടത്. എമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ട് നമ്മൾ ലഗേജ് എടുക്കാൻ നിൽക്കുന്നുണ്ടോ. ബോർഡിംഗ് പാസ് മിസ്സായതിൻ്റെ പേരിലുള്ളൊരു ചെറിയ ടെൻഷനായിരുന്നു പറഞ്ഞിട്ട്. ദുബായിലുള്ളവരുടെ സ്നേഹം എന്നെ വല്ലാണ്ട് എന്നെ ഫീൽ ചെയ്യിച്ചില്ല. എയർപോർട്ട് കാണണം കേട്ടോ. വിമാനത്തിലെ കാഴ്ചകളും ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മൾ ആ കാണുന്ന തിരക്കാണ് എൻ്റെ ബാക്കിൽ. നമുക്കുള്ള വണ്ടി റെഡി. ദുബായ് ടു പാരീസ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ചാര് നോക്കിയെന്ന് ഞാൻ അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വാണിംഗ് തന്നിട്ടാണ് അവർ വിട്ടത്. ഓൾറെഡി എല്ലാവരും കയറി. ഞാൻ പറയുന്ന സ്റ്റാൻലി എൻ്റെ ഫ്രണ്ട് സ്റ്റാൻലി ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു. ഒരു ലേഡി മാത്രം കയറാനുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അല്ലെങ്കിൽ എൻ്റെ ബോർഡിംഗ് പാസ് മേടിച്ച് വെച്ചിട്ട് അവരൊന്ന് ഇനി നീ കയറില്ലെങ്കിൽ ഓൾറെഡി 2:30 ക്ലോസ് ചെയ്യണ്ടായിരുന്നു ബോർഡിങ്ങും. 2:46 ആയി. ഇനി കയറി നിന്നെ ലഗേജ് ഓഫ് ലോഡ് ചെയ്യും, നിന്നെ വിടില്ല എന്ന് പറഞ്ഞിട്ട് വെച്ച്. ആ സമയത്ത് പിന്നെ തിരിച്ചു പോയപ്പോൾ എൻ്റെ ബോർഡിംഗ് പാസ് ഞാൻ മേടിക്കാൻ മറന്നുപോയി. അവർ തന്നുമില്ല. പക്ഷേ ഫ്ലൈറ്റിൽ വന്ന സമയത്ത് അവർ സിസ്റ്റത്തിൽ ടാബിലടിച്ചപ്പോൾ കിട്ടി. പിന്നെ ഇതിൽ കയറി ഫുഡ് കഴിച്ച കാഴ്ചകളൊക്കെ കണ്ടില്ല. അതിനൊക്കെ ശേഷം ഒന്ന് ഉറങ്ങി എന്നിട്ട് കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ പൈസ കണ്ടില്ല. ഉറങ്ങി എന്നിട്ടാണ് കഴിഞ്ഞപ്പോൾ ഒരാൾ തട്ടി വിളിച്ച് ദേ നമ്മുടെ അച്ചായൻ ഫ്ലൈറ്റിൽ ഇതെങ്ങനെ കയറി പറ്റിട്ട അച്ഛയാ ഇതെങ്ങനെ കയറി പറ്റി. ഞാൻ ലൗഞ്ചിലിരുന്നത് കൊണ്ട് ബിസിനസ് ക്ലാസ്സിൻ്റെ ലൗഞ്ചിൽ ഇരുന്നുകൊണ്ട് എനിക്ക് അങ്ങേ സൈഡിൽ വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മേളിലും താഴോട്ടാണ് വന്നത്. അപ്പോൾ അവരെന്നെ വിടത്തില്ല അപ്പുറത്തോട്ട്. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഡിസ്കണക്ട് ആയിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ പ്രൈം ലൗഞ്ചിന് വരെ നമ്മുടെ സെയിം ലൗഞ്ചിലായിരുന്നെങ്കിൽ നമുക്ക് ഇരിക്കാമായിരുന്നു. എന്തുമായാലും നമ്മൾ രണ്ടുപേരും പാനിക്കായി. ഞാനിവിടെ വന്ന് 80A നോക്കിയിരിക്കുക, ഹാരിസ് എവിടെ ഹാരിസ് എവിടെ. അവസാനം അവർ തന്നെ പറഞ്ഞു ഹാരിസ് ഇല്ലാതെ ഞാൻ ഫ്ലൈറ്റ് കയറത്തില്ലെന്ന്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരേ സമയത്ത് ഫ്ലൈറ്റിൽ കയറി. പക്ഷേ രണ്ട് സൈഡിൽ കൂടെ ആണെന്നേ ഉള്ളൂ. എന്തുമായാലും ഫൈനലി നമ്മൾ ഒരേ കണക്ഷനിലെ 38,000 ഫീറ്റിൽ വെച്ചിട്ടുള്ളൊരു കൂടിക്കാഴ്ച. ഇതുപോലൊരു കൂടിക്കാഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതെ, 40,000 ഫീറ്റിലാണ് നമ്മുടെ കൂടിക്കാഴ്ച. അപ്പോൾ നല്ല മഞ്ഞും പിന്നിട്ട് ഇപ്പോൾ സന്ധ്യയായി തുടങ്ങി. നമ്മുടെ ഫ്ലൈറ്റ് ഇതിൻ്റെ അതായത് ബ്ലാക്ക് സീയുടെ മുകളിലേക്ക് ക്രോസ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ ഇവിടെ സ്ക്രീനിൽ നമുക്ക് അതിൻ്റെ ഇതൊക്കെ കാണാൻ സാധിക്കും. എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടല്ലോ, അതാരുടെ കൂടെ വന്നതാണോ? ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. ഇത് വേറൊരുത്തൻ്റെ ഭാര്യയാണ്. അച്ഛൻ കുടുംബ കലക്കാരുണ്ട്. ഫ്രഞ്ച് ആൾക്കാരാണ് നമ്മുടെ കൂടെ വന്നത്. പിന്നെ അറ്റ്ലീസ്റ്റ് എങ്ങനെയുണ്ട് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് 380 ഫ്ലൈറ്റ് സീറ്റ്സുകളൊക്കെ കൊള്ളാം, കൺഫിഗറേഷനൊക്കെ കൊള്ളാം. പക്ഷേ സീറ്റ് നമ്മൾ ഫ്രണ്ടിൽ അത്ര വലിയ വലിപ്പമില്ല. നമുക്ക് ഇരുന്ന് ഇറങ്ങാനായിട്ട് പിന്നെ 3 പേരുള്ള സീറ്റ് ഇരിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും കൺഫിഗറേഷൻ വലിപ്പമില്ല. പിന്നെ ഇവിടുത്തെ ഇപ്പം നമ്മൾ ബാങ്കോക്കിൽ നിന്ന് ദുബായ് വന്ന അതേ സെയിം ഫ്ലൈറ്റിൻ്റെ കൺഫിഗറേഷനാണ്. ഹോസ്പിറ്റാലിറ്റി വൈസ് ബാങ്കോക്കിൽ നിന്ന് അവിടെ വരെ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് വെച്ച് കുഴപ്പമില്ല. കാരണം ഇവർ ഇവിടെയുള്ള പ്രീമിയം പ്ലസ് ക്ലാസ്സുകളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടേക്കോ. ഒരെണ്ണം ഒരു സീറ്റിലും ആരുമില്ല. 380 കൺഫിഗറേഷൻ കൊള്ള ഡബിൾ ഡെക്കറുണ്ട്. ഞാൻ ആദ്യം വന്നതിനകത്ത് ബാങ്കോക്കിൽ നിന്ന് ഡബിൾ ഡെക്കറിൻ്റെ മേളിലത്തെ ഇതിനകത്താണ് വന്നത്. രണ്ടിടത്തും എക്കോണമി ഉണ്ട്. ഇത് ഗ്രൗണ്ടിലും ഉണ്ട്, മേളിലും ഉണ്ട്. സോ അങ്ങനെ രണ്ടിലും രസകരമായിരുന്നു. അങ്ങനെ ഔട്ട്സൈഡ് വ്യൂ നമ്മൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഔട്ട്സൈഡ് വ്യൂവിനകത്തും ഫ്ലൈറ്റ്സിൻ്റെ ഇതുണ്ടല്ലോ, കൺഫിഗറേഷൻ ഉണ്ടല്ലോ, ഇതിനുണ്ട്. നോക്കാവുന്നേ. യെസ്, we'll see when we land and മറ്റ് വിഷ്വൽസ് എല്ലാം നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ചൈൻ ഫാൻസ് പറ്റി തുടങ്ങിയിട്ടാ. ഞാനിപ്പോൾ ദുബൈയിൽ ഉള്ള സമയത്ത് ഡ്യൂട്ടി ഫ്രീയിലൊക്കെ നടക്കുന്ന സമയത്ത് കുറേ പേരെ കണ്ട്. അവരെ ഡ്യൂട്ടി ടൈം അതിൻ്റെ വലിയ വീഡിയോകളൊക്കെ എടുക്കാഞ്ഞത്. അപ്പോൾ പലരും അച്ഛനെ ചോദിച്ചിരുന്നു. കാരണം ഫിലിപ്പൈൻ സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നാട്ടിലുള്ളൊരു കുറ്റം പറയുന്നുണ്ട്. പ്രവാസികളാണ് വീഡിയോസ് മാക്സിമം കാണുന്നത്. അതെല്ലാം ഡേറ്റഡ് ആണത്. മിക്കവാറും ആൾക്കാർ കഴിച്ച ഭക്ഷണങ്ങളും വന്നിട്ട് ഡ്രസ്സിൻ്റെ വരെയും അവർ ഓർത്തിരുന്ന് പറയുന്നുള്ളതാണ്. അപ്പോൾ ദുബായ് സത്യം പറഞ്ഞാൽ ദുബായിൽ വന്നപ്പോൾ ദുബായിലുള്ളവരുടെ സ്നേഹം എന്നെ വല്ലാണ്ട് എന്നെ ഫീൽ ചെയ്യിച്ചു. കാരണം കുറച്ച് സമയം ഡ്യൂട്ടി ഫ്രീ നടന്നപ്പോഴേക്കും നമ്മളെ കണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന നല്ലവരായിട്ടുള്ള എൻ്റെ പ്രവാസി ദുബായ് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ചങ്ക്സ് പ്രത്യേകത. എൻ്റെ അടുത്ത് ചോദിച്ച് പുതിയൊരാൾ വീഡിയോ കിട്ടിയിട്ടില്ല, എങ്ങനെ കിട്ടിയ മുതലേന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് ഇനി വീഡിയോസ് വരുന്നുണ്ടെന്നാണ്. അപ്പോൾ കാണാം. അപ്പോൾ വിമാനത്തിലെ കാഴ്ചകളും ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മളിങ്ങനെ യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നു. ലാലേട്ടൻ ചോദിച്ച് പോകാം. ഒക്കെ ചോദിക്കണ്ട, 18 കൊണ്ടുപോയിക്കോളും. അവിടെ ഇറക്കിയാൽ മതി. ഓക്കെ, അതാണ്.
Thank you. Thank you so much. Take care. See you again. Bye-bye. ഓ ഇറങ്ങുമ്പോൾ നടപ്പുണ്ട്. പിന്നെ അമേരിക്കയിൽ ഇത് പതിവായിൻ്റെ വലിയ കുഴപ്പമില്ല നല്ല. അങ്ങനെ ഇതാ നമ്മൾ ഫ്രാൻസിന്റെ മണ്ണിൽ കാലുകൂട്ടിയിട്ടാ ഫ്ലൈറ്റിൽ നിന്ന് സീറ്റിൽ നിന്ന് എന്നിട്ട് മുന്നോട്ട് വരുമ്പോൾ അച്ഛൻ കഥ കിടന്നത് ജാക്കറ്റ് കിട്ടിട്ട് അമേരിക്ക വിട്ടിട്ട് ഇപ്പൊ വീണ്ടും ജാക്കറ്റ് അണിഞ്ഞപ്പോ എന്ത് തോന്നി? നിങ്ങളുടെ അവിടുത്തെ അമേരിക്കൻ ലൈഫ് സ്റ്റൈലിൽ ജാക്കറ്റ് പതിവല്ലേ? ഇപ്പൊ എത്ര ഉണ്ട് ഇവിടെ തണുപ്പ്? ഇപ്പൊ 9 ഡിഗ്രി ഇട്ടാ. അപ്പൊ ഫ്രാൻസിൽ ഇറങ്ങി പുറം കാഴ്ചകൾക്ക് നടന്നിട്ടില്ല, കാരണം വലിയ ഫ്ലൈറ്റ് തന്നെ ധാരാളം യാത്രക്കാർ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ വേഗം വേഗം ഇറങ്ങിപ്പോന്ന് ബാക്കിയുടെ പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ എമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ട് നമ്മൾ ലഗേജ് എടുക്കാമെന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബോർഡിംഗ് പാസ് അവിടെ നിന്ന് മിസ്സായതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. സാധാരണ ഇതിൽ നമ്മൾ ഏത് രാജ്യത്ത് വരുമ്പോഴും ഇതുവരെ യാത്ര ചെയ്തപ്പോഴൊക്കെ നമ്മളെന്താ പറയുക പാസ്പോർട്ടും അതുപോലെ തന്നെ ബോർഡിംഗ് പാസും കൂടി കൗണ്ടറിൽ ചോദിക്കും. പക്ഷേ ഇവിടെ ഞാൻ ആ ബോർഡിംഗ് പാസ് മിസ്സായതിൻ്റെ പേരിലുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പക്ഷേ ഇവിടെ ഒന്നും ചോദിച്ചില്ല, ജസ്റ്റ് പാസ്പോർട്ട് മേടിച്ച് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഡീറ്റെയിൽസ് ചുറ്റി വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് വിസ അടിച്ചാണ് ഷെങ്കൻ വിസ അടിച്ചാണ് പേജ് എടുത്ത് നോക്കി അതിനടുത്ത് അവർ എൻട്രി സീല് അടിക്കുന്നു. വേറെ ഒരു ചോദ്യം ഇത് പറച്ചിലില്ല. എന്നോട് ഇത് വന്ന സമയത്ത് വേറെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ വേറെ ഉള്ളവരുടെ അനുഭവങ്ങൾ അറിഞ്ഞുകൂടോ നിങ്ങൾ ഷെങ്കൻ യാത്ര ചെയ്തിട്ടുള്ളവർ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രാൻസിൽ ഒന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഇതിൽ ചോദിച്ചിട്ടുണ്ടോ എന്താണ് അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യട്ടോ. അതുപോലെ തന്നെ യൂറോപ്പിൽ എവിടെയൊക്കെ നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ എമിഗ്രേഷൻ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്തോളൂ വീഡിയോയിൽ താഴെ. കാരണം വെച്ചാൽ ഇത് യാത്ര ചെയ്യുന്ന ഒരുപാട് പേര് കാണുന്നതാണ്, തീർച്ചയായിട്ടും ഗുണകരമാകും. ആ കാണുന്ന തിരക്കാണ് എൻ്റെ ബാക്കിൽ ലഗേജ് എടുക്കാൻ നിൽക്കുകയാണത്. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു കൺവെയർ സിസ്റ്റം അല്ല ഇവിടെ, ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണ് ഈ ചുറ്റി വരഞ്ഞ് വരുന്നതിൻ്റെ പേരിൽ ഇത്ര തിരക്കുണ്ടാവാറില്ല, പക്ഷേ ഇത് ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൺവെയർ സിസ്റ്റം തന്നെ കണ്ടില്ല, ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഒരു സൈഡ് തന്നെ ചുറ്റി വരഞ്ഞ് പോകണില്ല, നീളത്തിലാണ് പോകും. വലിയ ഫ്ലൈറ്റ് അതിൻ്റെ പേരിൽ തന്നെ നീണ്ട നിരയാണ് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ടാക്സി എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്ത് വന്നപ്പോൾ തന്നെ ആദ്യത്തെ കാഴ്ച തന്നെ സ്വാഗതം ചെയ്ത കാഴ്ച എന്താണ് കാണണ്ടേ? നമുക്ക് തിരിക്കട്ടെ. സ്വാഗതം ചെയ്ത ആദ്യത്തെ കാഴ്ച റോൾ ടു ഇന്ത്യ കണ്ടില്ലേ? ഇതാ ഇന്ത്യൻ ഫുഡിൻ്റെ പരസ്യമാണ് കേട്ടോ, റെസ്റ്റോറൻറ്റിൻ്റെ പരസ്യമാണ്. ഇതാ കണ്ടില്ലേ, എന്താ നോക്കല്ലേ, എവിടെ ചെന്നാലും നമ്മുടെ ഇന്ത്യയുടെ സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ആദ്യം കണ്ടത് നമ്മുടെ എയർ ഇന്ത്യ കിടക്കണതാണ് കേട്ടോ. അപ്പോൾ വലിയൊരു സന്തോഷമാണ് നമ്മൾ അന്യ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ കാണുമെന്നുള്ളത്. എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കുള്ള വണ്ടി റെഡി, അപ്പോൾ നമുക്ക് വണ്ടി കയറിയിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകാം. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല മഴ, ശക്തിയായിട്ടുള്ള മഴയല്ല, ചാറ്റൽ മഴ, തണുപ്പും ചാറ്റൽ മഴയും ഒന്നും പറയാനില്ല. ടാക്സി എടുത്തിട്ട് നമ്മൾ താമസിക്കാൻ തൊട്ടടുത്ത് തന്നെയുള്ള ഹോളിഡേ ഇൻ എക്സ്പ്രസ്സിലാണ് എത്തിയിരിക്കുന്നത്. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്, നല്ല തണുപ്പും നല്ല കാറ്റും, ഒരു രക്ഷയില്ലാട്ടോ. നമ്മളേതാണ്ട് ഊട്ടിയിലും മൂന്നാറിലൊക്കെ ചെന്ന് വിട്ടേക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഡൽഹിയിലൊക്കെ നമ്മൾ എയർപോർട്ടിന് അടുത്ത് അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിനൊക്കെ അടുത്ത് താമസിക്കുന്നത്, അവിടുത്തെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റേ ചെയ്യണത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. സത്യം പറഞ്ഞാൽ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് രാവിലെ ഇട്ടേക്കുന്ന ഡ്രസ്സാണ് അത്.
തായ്ലൻഡിൽ നിന്ന് അവിടെ നിന്ന് ഓടി നമ്മൾ ഇവിടെ എത്തി, ബാംഗ്ലൂരെത്തി, ബാംഗ്ലൂരിൽ നിന്ന് ദുബായ്, ദുബായ് ടു പാരീസ് കേട്ടോ. ഇതാണ് അവസ്ഥ. ബാക്കി കാണാം. ഹോളിഡേ ഇന്നിൽ ചെക്ക് ഇൻ ചെയ്യാൻ വന്നപ്പോഴാണ് കേട്ടോ അത് സുന്ദരിയായിട്ടുള്ളൊരു ചേച്ചിട്ടാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒപ്പം തന്നെ ഇവിടെയുള്ള ചേട്ടന്മാരും നല്ല ഭംഗിയുണ്ട്. പക്ഷെ അച്ഛാ നമ്മുടെ ഈ സുന്ദരിയുടെ പേര് ശ്രദ്ധിച്ചാ? നമ്മുടെ നാട്ടിലെ പേര് സൗമ്യ അല്ലേ? ഇവര് പറയുന്നത് സൗമ്യ അല്ലേ? ഇന്ത്യൻ പേരാണ് കേട്ടോ കേട്ടാ. അപ്പൊ ഇവിടെ നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സൗമ്യ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അത് ചോദിച്ചപ്പോ സുമിയ. യെസ് എപ്പോഴും പറയുന്ന പേര്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ് കേട്ടോ. റൂമിലെത്തുമ്പോൾ റൂമിലെ കാഴ്ചകളാണ്. ഇതാണ് ബെഡ്. നല്ല സൗകര്യമുള്ള ബെഡൊക്കെ തന്നെയാണ്. ടീ കോഫി മേക്കറൊക്കെ തന്നെയുണ്ട്. യെസ്. അതുപോലെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇതെല്ലാം തന്നെയുണ്ട്. റൂമിൽ നിന്ന് വെളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എയർപോർട്ട് കാണാം കേട്ടോ. എയർപോർട്ടിൽ ടെർമിനൽ 1 കാണാം. അവിടെ ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ടോ? അപ്പോൾ സമയം ഇപ്പോൾ 9:15 9:30 പോയിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം. കാരണം 10 മണി വരെക്കും ക്ലോസ് ചെയ്യും. പിന്നെ നമ്മുടെ നാട്ടിലേത് കുറച്ച് സൗകര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നാട്ടിലെന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വരുന്നു, നമ്മുടെ ബാഗ് എടുക്കാൻ ആള്, ഡോറ് തുറക്കാൻ ആള്, അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഹോട്ടലിലല്ല, യൂറോപ്പിലൊന്നും അങ്ങനത്തെ ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല. നാട്ടിലായിട്ട് 4.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് നമുക്ക്. അപ്പോൾ വലിയൊരു യാത്ര കഴിഞ്ഞ് തിരിക്കുകയാണ്. ഒന്ന് ഫ്രഷായിട്ട് ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി. അതല്ലേ? അതാണ്. You came from India, sir? No. China? No. Mauritius. I give you one more guess. You looks like him. He came from India. He came from. look like brothers too. Yeah, he came from. We're from Thailand, man. Thailand. Yeah. You want to see him? No. Oh, Thailand. God, he looks like. Indian. You like to here? അങ്ങനെ ഫ്രഷായി താഴെ പോയിട്ട് നമ്മുടെ ഡിന്നറൊക്കെ കഴിച്ചു വന്ന്. ഡിന്നർ കഴിച്ചിട്ട് എന്ന് വെച്ചാൽ അത്ര കണ്ട് ഹാപ്പി ആയില്ല. വിചാരിച്ച അത്രയും നല്ല ഫുഡായിരുന്നില്ല. റേറ്റ് വളരെ കൂടുതലുമായിരുന്നു. ഇതാണ് പ്രത്യേകത. അപ്പോൾ യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പുതിയ കാഴ്ചകൾ, വിശേഷങ്ങൾ, അനുഭവങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ബീഫ് സ്റ്റേക്ക് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചൊരു തൃപ്തി കിട്ടിയില്ല. പക്ഷേ നല്ല റൈസും ചെമ്മീൻ ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ അപ്പോൾ മീൻസ് ആകെ ടയേർഡായിരുന്നു. ജെറ്റ് ലാഗ് യാത്രക്കാർക്ക് ഉണ്ടാകുന്നത് അറിയാമല്ലോ. ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവുന്നൊരു വീഡിയോ ആണ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അതിന് അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നമ്മളത് ഉൾപ്പെടുത്താം, ജെറ്റ് ലാഗ് എന്താണെന്നുള്ളത്. അപ്പോൾ ശരിക്കും ഭയങ്കര അസ്വസ്ഥതയുണ്ട്, മീൻസ് നല്ല തലവേദനയുണ്ട്. അപ്പോൾ തൽക്കാലം വീഡിയോ ഞാൻ അധികം നീട്ടുന്നില്ല. എൻ്റെ ബാക്കിൽ ഫ്രാൻസിൻ്റെ എയർപോർട്ടാണ്. ഫ്ലൈറ്റുകൾ അന്നും പോയി ചെയ്യുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിൽ കാഴ്ചകൾ കാണിച്ചു തരാം. തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ നമ്മൾ തായ്ലൻഡിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നേരെ ദുബായിലേക്ക്, ദുബായിൽ നിന്ന് ഫ്രാൻസിലേക്ക്. ഫ്രാൻസിൽ നമ്മുടെ റൂമിലെത്തിയിട്ട് ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. നാളെ മുതൽ അടിപൊളി ഇടിവെട്ട് കാഴ്ചകളായിട്ട്. ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രത്യേകിച്ച് പാരീസ് അറിയാലോ, ഈഫൽ ടവർ. നാളെ ഈഫൽ ടവറൊക്കെ കാണാൻ പോവുകയാണ്. ഒരുപാട് പുതിയ അറിവുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, മാലി, ബാലി, കംബോഡിയ ഒക്കെ ചെയ്യുന്നുണ്ട്. യൂറോപ്പ് ട്രിപ്പുകളും US ട്രിപ്പുകളും ഫിലിപ്പൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതാണ്.